എല്ലാവർക്കും നമസ്കാരം. സോ നമ്മളിന്ന് ധനിൻ്റെ സ്കാനെക്സ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. പ്രീവിയസ് വീഡിയോസിൽ ഞാൻ സ്കാനെക്സിനെ പറ്റി കുറച്ച് നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ക്വിക്കായിട്ടൊരു വാക്ക് ത്രൂ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ സ്കാനെക്സിനകത്ത് ഒരു ട്രേഡർ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ലൈക്ക് FIA, DI, ഡേറ്റ. അത് നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ വാട്സാപ്പിലോ ഫേസ്ബുക്ക്, ടെലഗ്രാം പോലുള്ള സംഭവങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നു. നിങ്ങൾക്ക് പലപ്പോഴും ലഭിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഡെയിലി ഫോളോ അപ്പിൽ ഉണ്ടാവുമായിരിക്കും. FIAs ഇത്രയ്ക്ക് ബൈ ചെയ്തു, അല്ലെങ്കിൽ ഇത്ര സെൽ ചെയ്തു, DIs ഇത്ര ബൈ ചെയ്തു, ടോട്ടൽ ഇത്ര. ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ അത് ആക്ച്വാലിറ്റി അല്ല. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് സ്കാനെക്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്കാനെക്സിൽ ഡെലിവറി ഫീച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഹീറ്റ് മാപ്പ് അവൈലബിലിറ്റി ഉണ്ട്, പിന്നെ ബൾക്ക് ബ്ലോക്ക് ഡീൽ എന്നാൽ എന്ത്, അത് എങ്ങനെയൊക്കെയാണ്, ഓരോ ഇൻസ്ട്രുമെൻറ്റിനും ആരൊക്കെയാണ്. നമ്മൾ ബൾക്ക് ഡീൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചാടിക്കയറി ബൈയിലേക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് ശരിക്കുള്ള ബൾക്ക് ബ്ലോക്ക് ഡീൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ബൾക്ക് ബ്ലോക്ക് ഡീൽ നടക്കുകയാണെങ്കിൽ അതിനോടൊപ്പം ഒരു ബൈ നടക്കുകയാണെങ്കിൽ സെല്ലും നടക്കാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ മാർക്കറ്റ് ഒരിടത്ത് മൂവ് ചെയ്യത്തില്ല. ഒരാൾ ടോട്ടൽ വലിയ ക്വാണ്ടിറ്റി വിൽക്കുകയാണെങ്കിൽ ഇനി ഒരാൾ അതേ ക്വാണ്ടിറ്റി തിരിച്ച് വാങ്ങി വെക്കുകയാണെങ്കിൽ അവിടെ പിന്നെ അവിടെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. ദർ ഇസ് നോ എന്താ പറയുക, ഇംബാലൻസ് വെയിറ്റേജ് ഉണ്ടാകുന്നില്ല സെല്ലിങ്ങിലോ ബൈയിങ്ങിലോ. ബൈയിങ് മാത്രമായിട്ട് വാങ്ങിച്ചു, സെല്ലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻബാലൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പ്ലാറ്റ്ഫോം ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്, ഫ്രീ ആയിട്ടുണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്കാനെക്സ് എന്താണെന്നും അതിനകത്തുള്ള കീ ഫീച്ചേഴ്സ് എന്താണെന്നും ക്വിക്കായിട്ട് നോക്കാം. സിമ്പിളായിട്ട് നിങ്ങളുടെ വെബ് ട്രേഡർ ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഓപ്പൺ സ്കാനെക്സിൻ്റെ പ്ലാറ്റ്ഫോം. ഞാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് സ്ക്രീനിലേക്ക് കിടക്കാം. സോ ഡീറ്റെയിൽ ആയിട്ട് ഫാസ്റ്റായിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം എന്തൊക്കെയുണ്ട് സ്കാനെക്സിനകത്ത് എന്നുള്ള കാര്യം. നിങ്ങൾക്കൊന്ന് ഓവറോൾ ഒന്ന് ഓടിച്ച് നോക്കിയാൽ തന്നെ ഇത് പ്രത്യേകിച്ച് വലിയ എന്താ പറയുക ലെക്ചറിനോ അല്ലെങ്കിൽ വലിയ ലേണിംഗ് സെഷൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തൊക്കെ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കി തന്നാൽ മാത്രം മതി നിങ്ങൾക്ക്. ബാക്കി നിങ്ങൾക്ക് തന്നെ അതിനകത്ത് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ. സോ പിന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പല പെയ്ഡ് വേർഷൻസിലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് സ്കാനെക്സ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. സോ ലെറ്റ്സ് ബിഗിൻ. സോ നമുക്ക് സ്കാനെക്സ് സ്ക്രീനറിലേക്ക് സ്ക്രീനിൽ റെക്കോർഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ സംരംഭത്തെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. കമൻസ് നല്ലോണം നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള കമൻസ് രേഖപ്പെടുത്താനും ശ്രമിക്കുക. ഓക്കെ. ആർക്കെങ്കിലും വേണമെന്നുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, ഇതാണ് സ്കാനെക്സിലേക്ക് എങ്ങനെ വരാൻ കഴിയും എന്നുള്ളത്. നമ്മൾ ഹോം പേജിലേക്ക് പോവാം. ഹോം പേജിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ പ്രൊഫൈൽ ഇമേജ് കാണും റൈറ്റ് സൈഡിൽ. അവിടെ നിന്ന് നേരെ ഇത് നോക്കൂ, അനലൈസ് സ്റ്റോക്സ് ഓൺ സ്കാനെക്സ്. കണ്ടോ, അനലൈസ് സ്റ്റോക്ക് ഓൺ സ്കാനെക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒരു പേജിലേക്ക് ലാൻഡ് ചെയ്യും. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് സ്റ്റോക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീനറിലൂടെ നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ പറ്റും. അത് ഞാനിപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും സ്റ്റോക്ക് TCS നിങ്ങൾ എടുക്കൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ TCSൻ്റെ കംപ്ലീറ്റ് ഫണ്ടമെൻ്റൽ അനാലിസിസ്, TCSൻ്റെ മാത്രമല്ല ഏത് ലിസ്റ്റഡ് ആയിട്ടുള്ള NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസിൻ്റെയും ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ നമുക്ക് സ്കാനെക്സിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് സാധിക്കും. അതിൻ്റെ കീ പാരാമീറ്റേഴ്സ് ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണെന്നറിയാൻ പറ്റും, EPS എത്രയാണെന്നറിയാൻ പറ്റും, ഇൻഡസ്ട്രി PE റേഷ്യോ, ഇതൊക്കെ നമുക്ക് എഡിറ്റും ചെയ്ത് നമ്മുടേതായ രീതിയിൽ നമുക്കിതിനെ എന്താ ചെയ്യാം, പ്ലോട്ട് ചെയ്യാനും പറ്റും. നമുക്ക് EPS അറിയണം, അതിനോടൊപ്പം ഇൻഡസ്ട്രി EPS എന്താണെന്ന് അറിയണം. ഇൻഡസ്ട്രി EPSും തമ്മിലുള്ള വ്യത്യാസം, അത് കൂടുതലാണോ കുറവാണോ എന്ന് അറിയാൻ പറ്റുന്നു. ചുമ്മാ ഒരു സ്റ്റോക്ക് കയറുന്നില്ല, ചിലരൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കയറുന്നില്ല എന്ന് പറയും. കാരണങ്ങൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലിനേക്കാൾ ഫണ്ടമെൻ്റൽ അനാലിസിസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം.
എന്താണ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ലൈക്ക് മാർക്കറ്റ് ക്യാപ്പ് എന്നാൽ എന്ത്, EPS എന്നാൽ എന്ത്, PE റേഷ്യോ എന്നാൽ എന്ത്, അതിന് ബുക്ക് വാല്യൂ എന്നാൽ എന്ത്, ഇൻഡസ്ട്രി ബുക്ക് വാല്യൂ എന്നാൽ എന്ത്, ഇൻഡസ്ട്രി PE എന്നാൽ എന്ത്, ഡെപ്റ്റ് റേഷ്യോ, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾ ഓരോ ട്രേഡിലേക്ക് നിങ്ങൾ ഓരോ ഇൻസ്ട്രുമെൻറ്റിനെ ചൂസ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയ സാധ്യത എന്ന് പറയുന്നത് നിങ്ങളൊരു ട്രേഡർ ആയിക്കഴിഞ്ഞു. പിന്നെ അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്താ പറയുക എക്സാജറേഷൻസ്, ഇംപേഷ്യൻസ്, പച്ച കണ്ടാൽ ഉടനെ എക്സിറ്റ് ആകുക, റെഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഹോൾഡ് ചെയ്ത് വെക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ പോകത്തില്ല. നമ്മുടെ മൈൻഡ് ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. സോ ഫണ്ടമെൻ്റൽ അനാലിസിസ് മസ്റ്റായിട്ട് പഠിക്കുക. എന്നിട്ട് അത് ഈ സ്കാനെക്സിലൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സ്കാനെക്സ്. അടുത്ത നോക്കൂ, ഇൻസൈറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം ഡേറ്റ ഇവിടെ അവൈലബിൾ. നോക്കൂ, ഹീറ്റ് മാപ്പിൽ തന്നെ ഒരുപാട് ഹീറ്റ് മാപ്സിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പലയിടങ്ങളിലും ഹീറ്റ് മാപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കാം. പക്ഷേ സ്കാനെക്സിലുള്ള ഹീറ്റ് മാപ്പ് അറിയണമെങ്കിൽ നമുക്ക് പെർ ഡേയിൽ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സ്ലാബിലുള്ള സ്റ്റോക്സ് ലോയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രീനിലായിക്കോട്ടെ അല്ലെങ്കിൽ റെഡിലായിക്കോട്ടെ അതിൽ തന്നെ രാവിലത്തെ ഓപ്പണിംഗ് 9:15 to 10 o'clock നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടുന്നത് ആ ഒരു പീരീഡിനുള്ളിൽ അന്നത്തെ ദിവസത്തെ ഓവറോൾ സ്റ്റോക്സിൻ്റെ മൊത്തം ആവറേജ് ഡ്രെയിൻ ആണോ അല്ലെങ്കിൽ ഗെയിൻ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ തന്നെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റോക്കിനെ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും ബേസ്ഡ് ഓൺ എത്ര പെർസെൻറ്റേജ് ഡൗൺ ആയി അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് അപ്പായി എന്നറിയാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 3% അപ്സൈഡിലേക്കുള്ള സ്റ്റോക്ക് വേണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ഓൺലി 3% അപ്സൈഡിലുള്ള ഒരു സ്റ്റോക്കും ഇന്നില്ല. നോക്കൂ, അപ്പോൾ ബുള്ളിഷ് അല്ല. എന്നാൽ അത് വിട്ടിട്ട് അപ്പോൾ 2% ഉണ്ടോ? ഉണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ നോക്കൂ, 2%. അപ്പോളോ ഹോസ്പിറ്റൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് എവിടേക്ക് പോകാം? ട്രേഡിംഗ് വ്യൂവിലേക്കും പോകാം. നമുക്ക് ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് നൗ 1 minute ഇവിടെ നിന്ന് ഇതാ നടക്കുന്നു ട്രേഡിംഗ് വ്യൂ. ഇത് കണ്ടോ, നമ്മുടെ ധനിൻ്റെ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. ധനിൻ്റെ ചാർട്ടിലേക്ക് പോയിട്ട് നമുക്ക് അന്നത്തെ ദിവസം ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ ട്രേഡ് ഫെസിലിറ്റി നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്വിങ്ങിലേക്ക് വേണ്ടിയിട്ട് നോക്കാം. നോക്കൂ, ഇൻട്രാഡേയിൽ 15 minutes ക്യാൻഡിൽ അത് നല്ല രീതിയിൽ രാവിലെ തന്നെ നോക്കൂ. രാവിലത്തെ ഈ ഒരു ക്യാൻഡിൽ 9:15 ക്യാൻഡിൽ ഇവിടെ നിന്നുകൊണ്ടോ നമുക്ക് ഈ ORB ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ORB ബേസിസിൽ നിങ്ങൾക്ക് രാവിലത്തെ 15 minutes ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈയും അതേമാതിരി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. സോ ഇത്തരം ഫെസിലിറ്റീസൊക്കെ നമുക്ക് ഹീറ്റ് മാപ്പ് ഉപയോഗിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഹീറ്റ് മാപ്പിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരുപാട് ഇങ്ങനെ ഹീറ്റ് മാപ്സ് പല കളറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് ഒരു ബോധ്യം ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ഡെഫിനറ്റീവായിട്ട് ഏത് സ്റ്റോക്കിലേക്ക് നമുക്ക് പോകണമെന്ന് വ്യക്തമായിട്ട് നമുക്ക് ധാരണയിലേക്ക് എത്താൻ പറ്റും. സോ ഇത്തരം ഫീച്ചേഴ്സ് ഹീറ്റ് മാപ്പിലുണ്ട്. ദെൻ കംസ് ടു FIA DI ഡേറ്റ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ. പലരുടെയും വിചാരം വൈകുന്നേരം അവരുടെ വാട്സാപ്പിലോ അതുവഴിയോ പല ഇതിലും നമുക്ക് ലഭിക്കുന്ന സംഭവമുണ്ട്. FIIs ഇത്ര രൂപയ്ക്ക് സെൽ ചെയ്തു, ഇത്ര രൂപയ്ക്ക് ബൈ ചെയ്തു എന്ന് മാത്രമാണ്. പക്ഷെ അത് മാത്രം പോരാ. FIA DI ഡേറ്റ ആക്ടിവിറ്റീസ് മനസ്സിലാക്കണമെങ്കിൽ നോക്കൂ, ഇതിനകത്ത് ഇത് ഈക്വിറ്റിയിൽ ഇന്ന് എന്താ തലേ ദിവസത്തെ റേഷ്യോ നോക്കൂ. FIIs 8,000 rupees സെല്ല് ചെയ്തു, DIs 9,000 rupees ബൈ ചെയ്തു. FIIs യെല്ലോ കളറിൽ കാണുന്നത് താഴ്പോട്ടേക്ക് കണ്ടോ. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് FIIs നമുക്കറിയാം. അത് പ്രീവിയസ്ലി ഒത്തിരി നാളായിട്ട് FIIs സെല്ലിംഗ് മോഡിൽ തന്നെയാണ്, DIs ബൈയിങ് മോഡിലാണ്. പക്ഷേ ഇത് ഈക്വിറ്റിയിൽ മാത്രമുള്ള കാര്യമാണ്. പക്ഷേ ഈക്വിറ്റിയിൽ അത് സെല്ലായി എന്നുള്ളത് കൊണ്ട് കംപ്ലീറ്റ്ലി അവർ ബെയറിഷ് ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് മാത്രമായിട്ട് പർട്ടിക്കുലർലി നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? FIIs ഇന്നലെ ഫ്യൂച്ചേഴ്സിൽ അവർ എത്ര രൂപയ്ക്ക് സെല്ല് ചെയ്തിരിക്കുന്നു നോക്കൂ. 2 ലക്ഷം കോടി രൂപയ്ക്ക് ഫ്യൂച്ചേഴ്സിൽ സെല്ല് ചെയ്തിരിക്കുന്നു. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ഇൻഫർമേഷൻ അല്ലേ. അത് കഴിഞ്ഞ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓപ്ഷൻസിൽ അവർ ബൈയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെഡ്ജിങ് അതേമാതിരി അതേ 2 ലക്ഷം കോടി രൂപയുടെ അവർ FIIsൻ്റെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ അവരെന്ത് ചെയ്തിരിക്കുന്നു? ഹെഡ്ജ് ചെയ്തിരിക്കുന്നു, ബൈയും ചെയ്തിരിക്കുന്നു. സോ ദർ ഇസ് എ ഹെഡ്ജ്ഡ് പൊസിഷൻ.
അപ്പോൾ ഇത് രണ്ടും കൂടെ ടാലി ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കൂ, ഫ്യൂച്ചേഴ്സിൽ അവർ ബൈയും സെല്ലും ചെയ്തിരിക്കുന്നു, എന്നാൽ FIIസിൻ്റെ ഓപ്ഷൻസിൽ അവർ ബൈ ചെയ്തിരുന്നു. ഓപ്ഷൻസ് ഏതായിരിക്കും ബൈ ചെയ്തിരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ കോൾസ് അതിവിടെ ഉണ്ട്. അതിന് തൊട്ട് താഴെ ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ജൂൺ 2-ാം തീയതി കോൾ ഓപ്ഷൻ ബൈ നോക്കൂ. കോൾ ഓപ്ഷൻ ബൈയിൽ അവരും എത്ര ക്വാണ്ടിറ്റി ഇത് ചെയ്തേക്കുന്നത്. കോൾ ഓപ്ഷൻ ബൈയിൽ 3,82,000 കോൾ ഓപ്ഷൻ ഇത് OA ആണ്. 3,82,000 OA ബിൽഡപ്പ് ഉണ്ട്. പക്ഷേ കോൾ ഓപ്ഷൻ സെല്ലിലാണെങ്കിലോ ബൈ ആണെങ്കിൽ 3,82,000, സെല്ലാണെങ്കിൽ 6 lakhs. അതായത് മാർക്കറ്റിനെ അവർ ശക്തമായ രീതിയിൽ നേരെ ഡബിൾ ദി എമൗണ്ട് ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നെറ്റ് കോൾ എന്ന് പറയുന്നത് എന്താണ്? -2795. അതിൻ്റെ അർത്ഥം എന്താണ്? മൈനസിൽ കോൾ സെല്ല് കൂടുതലും കോൾ ബൈ കുറവാണ്. അതേമാതിരി പുട്ട് ബൈ കൂടുതൽ, പുട്ട് സെല്ല് കുറവ്. സോ ഈ ഒരു ഇൻഡിക്കേഷൻ എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത്? മാർക്കറ്റ് ശക്തമായ രീതിയിൽ ഈക്വിറ്റിയിൽ മാത്രമല്ല, അവർ എല്ലായിടത്തും ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒക്കെ അവരുടെ പ്ലാനിങ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഇൻഫർമേഷൻ എത്ര വൈറ്റലാണ് നോക്കൂ. ഇത്രയും ഡീറ്റെയിൽ അറിയാണ്ട് ചുമ്മാ FIIs ഇത്ര രൂപയ്ക്ക് സെല്ല് ചെയ്തു, ഇത്ര രൂപയ്ക്ക് ബൈ ചെയ്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാവുക നമുക്ക്? പക്ഷേ ഇത്ര പ്രിസൈസ് ആയിട്ട് ഓരോന്നിലും നോക്കൂ. കോൾ ബൈ സൈഡിൽ എത്ര പോയിരിക്കുന്നു, സെൽ സൈഡിൽ എത്ര പോയിരിക്കുന്നു, പുട്ട് ബൈ സൈഡിൽ എത്ര അറിയാം. കോൾ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഓപ്ഷൻ. അതേ സ്ഥാനത്ത് കോൾ സെല്ലാണെങ്കിലോ ഷോർട്ട് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. കോൾ സെല്ല് ഇവിടെ 6 lakhs കോൺട്രാക്ട്, 6.6 lakhs കോൺട്രാക്ട്സ് ഉണ്ട്. പക്ഷെ പുട്ട് സെല്ല് നോക്കൂ, വെറും 3 lakhs അടുത്ത് 299, ഓൾമോസ്റ്റ് 3 lakhs. ഡബിൾ ദ ക്വാണ്ടിറ്റി അവർ സെൽ സൈഡ് അല്ലെങ്കിൽ മാർക്കറ്റിന് ഷോർട്ട് പൊസിഷനിലേക്ക് നിർത്തിയിരിക്കുകയാണ് കൂടുതൽ പേരും. അപ്പോൾ അതിനർത്ഥം എന്താണ്? നല്ല നെറ്റ് പുട്ട് റേഷ്യോവും നെറ്റ് കോൾ റേഷ്യോയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റിനെ ഡൗണിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു. ഇതൊരു വാലിഡ് ഇൻഫർമേഷൻ. ഇനിയുണ്ട് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്. ഇനി അടുത്ത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ നോക്കൂ. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെവിയാണ്. ഇത് എന്താണ്? ഡെയിലി തന്നെയാണ്. ഇത് ഓൾമോസ്റ്റ് 7 lakhs crores സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവർ ലോങ് പോയിരിക്കുകയാണ്. അതെന്താന്ന് നോക്കൂ. FII ബൈ OA നോക്കൂ. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവർ ലോങ് ആണ്. അപ്പോൾ ഇൻഡെക്സിലാണ് അവർ ഷോർട്ട് പോയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇൻഡെക്സിൽ ഷോർട്ടും പോയിട്ട് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവരിപ്പോൾ ലോങ് പോകുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇവർ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് മാർക്കറ്റ് എത്രയും നേരത്തെ ഒരു എന്താ പറയുക, വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഒരു ഹെവി ഷോർട്ട് കവറിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത എല്ലാം കൊണ്ട് നിലനിർത്തിയിരിക്കുകയാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലഭിക്കില്ല ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിസൈസ് ഇൻഫർമേഷൻ. നോക്കൂ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇക്വിറ്റി ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവരെന്ത് ചെയ്തിരിക്കുന്നു? FII ബൈ OA എത്രയാണ്? 40 lakhs കോൺട്രാക്റ്റ് ആണ്. FII സെല്ലാണെങ്കിലോ വെറും 32 lakhs കോൺട്രാക്റ്റേ ഉള്ളൂ. അഡീഷണൽ നെറ്റ് എന്ന് പറയുന്നത് 7 lakhs പ്ലസ് ആണ്. അതേമാതിരി 1-ാം തീയതിയും 2-ാം തീയതിയും ഒക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കഴിഞ്ഞ മാസം എല്ലാ പീരീഡിലും അവർ ഇക്വിറ്റി സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. എന്തിലേക്കാണ്? ബൈ സൈഡിലേക്ക്, ബുള്ളിഷ് സൈഡിലേക്ക്. അതിനർത്ഥം ഏത് നിമിഷം അവർ നമ്മളെ ഈ ഇൻഡെക്സിനെ താഴ്ത്തി കൊണ്ടുവരുമ്പോൾ നമ്മളുടെ സ്റ്റോക്സിനൊക്കെ എന്താ സംഭവിക്കുക? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക? ചെറിയ രീതിയിൽ നല്ല സ്റ്റോക്സ്, നല്ല ഹൈ ക്വാളിറ്റി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ് ആണെങ്കിൽ പോലും അവർ ചെറിയ രീതിയിൽ എന്തായിരിക്കും? ഒരു ചെറിയ അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ഒരു ലോയിലേക്കൊക്കെ പോകുന്ന ഒരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നറിയോ? നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പേടിച്ച് മാർക്കറ്റ് എല്ലാം എന്താ താഴെ ഇടിഞ്ഞു പോകുന്നു. പലരോടും നിങ്ങൾ ഇപ്പോഴത്തെ പീരീഡിൽ ഈ ഒരു വാർ സിറ്റുവേഷനൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചു, എല്ലാവരും മാർക്കറ്റ് ഇപ്പോൾ താഴ്പോട്ടല്ലേ? ഒന്നും അറിഞ്ഞുകൂടാത്തവന് റോഡിൽ കൂടെ പോകുന്നവന് പോലും പറയും ഷെയർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞോ, ഇനി എപ്പോൾ തിരിച്ചു കയറും? ഇത്തരം ചോദ്യങ്ങളാണ് നമ്മളൊക്കെ ചോദിക്കുക. പക്ഷേ ഈ ഒരു ചോദ്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാക്കിയിട്ട് ഓരോ സ്റ്റോക്ക് ഹോൾഡറിൻ്റെ മനസ്സിലും ഭയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പർപ്പസ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അവർക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ
വാങ്ങണമെങ്കിൽ സാധനം വാങ്ങിച്ച് വെച്ചാലല്ലേ അതിൻ്റെ വില കൂടുമ്പോൾ അവർക്ക് അത് വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വാങ്ങണമെങ്കിൽ അവൈലബിലിറ്റി വേണ്ടേ? നമ്മുടെ പോലുള്ളവരുടെ കയ്യിൽ കുറച്ചായിട്ട് ഉണ്ടാവും. അതെല്ലാം നമ്മൾ പേടിച്ച് നമ്മൾ വിറ്റഴിക്കും മാർക്കറ്റിൽ. വില കുറഞ്ഞാലും കുഴപ്പമില്ല, നഷ്ടം വന്നാലും സാരമില്ല. 1 വർഷം 2 വർഷം കൊണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ. അവരൊക്കെ എന്ത് ചെയ്യും? അതിന് വിൽക്കും. അയ്യോ ഇനിയും താഴെ പോകുന്നുള്ള കാര്യം, ഉള്ള ഒന്നാമതേ നഷ്ടം, ഇനിയും നഷ്ടം സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ വിൽക്കും. വിറ്റ് 1-2 മാസത്തിനുള്ളിൽ റോക്കറ്റ് പോകും പോലെ പോകും. സോ അതിനുള്ള സാഹചര്യം ഇവിടെ തെളിഞ്ഞ് കാണുകയാണ്. നോക്കൂ, യെല്ലോ കളറിൽ മാത്രമെല്ലാം ഇത് ഡെയിലി, ദെൻ വീക്ക്ലി നോക്കൂ, വീക്ക്ലി ആവറേജസ് ഓൾസോ ഈസ് ബീൻ സ്റ്റഡിലി ഇംപ്രൂവിങ്. ചെറിയ രീതിയിലൊരു ഇതുണ്ടെങ്കിലും നല്ല, കാരണം അവർക്ക് വാങ്ങേണ്ടുന്നതിൻ്റെ മാക്സിമം വാങ്ങിച്ചു എന്നാണ് ഇവിടെ സൂചന. കഴിഞ്ഞ മാസം മുതൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ഈ ഒരു പ്രൊഫൈൽ ഇങ്ങനെ കുറഞ്ഞു വരും. കാരണം അവരുടെ ഫ്യൂച്ചർ, അവർ വാങ്ങിച്ചു വയ്ക്കുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഫ്യൂച്ചേഴ്സ് അറിയാലോ, ഈ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എപ്പോഴും 3 months കോൺട്രാക്റ്റിലായിരിക്കും. സോ വരാൻ പോകുന്ന മാസം എന്ന് പറയുന്നത് 100% ഒരു ബുള്ളിഷ് മന്ത് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സ്കാനക്സിലൂടെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോവുകയാണെങ്കിൽ സീരിയസ്ലി നിങ്ങൾ വളരെ മിസ്റ്റേക്ക് ചെയ്യുന്നു. ഇൻ യുവർ ട്രേഡിംഗ് സ്റ്റൈലിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കാണ് ഇത്. വൈകുന്നേരങ്ങളിൽ, രാത്രിയിൽ, ഉറങ്ങുന്നതിന് മുമ്പേ 11 മണിക്കോ 12 മണിക്കോ 1 മണിക്കോ വെളുപ്പാങ്കാലത്തോ എഴുന്നേറ്റ് നിങ്ങൾ നോക്കിയാലും ഒരു 10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും. ബിക്കോസ് ഇതൊക്കെ പ്രീ മാർക്കറ്റിന് മുന്നേ ഉള്ള ഡേറ്റയാണ്, തലേ ദിവസത്തെ ഡേറ്റയാണ്. ഇന്നത്തെ ഡേറ്റ ഇന്ന് മാർക്കറ്റ് ക്ലോസിന് ശേഷം മാത്രമേ നമുക്ക് വരത്തുള്ളൂ. പക്ഷേ ഈ തലേ ദിവസത്തെ ഡേറ്റ വെച്ചിട്ട് ഇന്നത്തെ മാർക്കറ്റിൻ്റെ വ്യൂ നമുക്കൊരു ഒരുവിധം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ കറണ്ട് മാർക്കറ്റ് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ നിഫ്റ്റിയുടെ കറണ്ട് മാർക്കറ്റ് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ നിഫ്റ്റി ഇന്നത്തെ 1 day ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്. നോക്കൂ, നിഫ്റ്റി പരമാവധി താഴ്ന്ന് വരുന്നു. പക്ഷേ ഇവിടെ ഒരു കൺസോൾഡേറ്റ്, ഇന്നത്തെ ഒരൊറ്റ ദിവസത്തെ ക്യാൻഡിലാണ്. നോക്കൂ, ഇതുവരെ താഴെ പോയി വീണ്ടും ശക്തമായിട്ട് രീതിയിൽ മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നതാണ്. സോ ഇനി വരും ദിവസങ്ങളിൽ നിഫ്റ്റി ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവർ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഷോർട്ടും ചെയ്തിട്ട് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈയും ചെയ്ത് വെക്കുന്നു. ആ ബൈയുടെ ലെവൽ അവരിങ്ങനെ, ഈ ഷോർട്ടിങ് എന്താ ചെയ്യാന്ന് പറയും, ഇവർ രണ്ടിടത്തും പ്രോഫിറ്റ്, സ്റ്റോക്സിനെ സെല്ല് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക, എന്നിട്ട് അവർ ഇപ്പോൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിനെ മേടിച്ച് വെക്കും. സ്റ്റോക്ക് ഒരു ഈക്വിറ്റി വാങ്ങുന്നതിനേക്കാളും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് വാങ്ങുമ്പോൾ അതിൽ നമുക്ക് 5 times നമുക്ക് മാർജിൻ ലഭിക്കും. സോ അവർക്ക് തന്നെ അറിയാം, ഇത്രയും കോടി രൂപ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് മാർക്കറ്റിനെ എപ്പോൾ പൊക്കണം എപ്പോൾ താഴ്ത്തണം അവർക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഈ സ്റ്റോക്ക് സൈഡിൽ അവർ, ഈക്വിറ്റി സൈഡിൽ അവർ സെല്ല് ചെയ്തിട്ട് അവരുടെ ഓൾറെഡി നല്ല പ്രോഫിറ്റിലുണ്ടായിരുന്ന സ്റ്റോക്സ് എല്ലാം അവരിപ്പോൾ വിറ്റഴിച്ച് കാശുണ്ടാക്കുകയാണ്. അവർ ലാഭം എടുക്കുന്നു. എന്നിട്ട് ഇവർ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫ്യൂച്ചേഴ്സിനെ എന്ത് ചെയ്യുന്നു, ബൈയും ചെയ്തു വെക്കുന്നു. ഇതാണ് ഇവരുടെ ടെക്നിക്ക്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ സ്കാനക്സ്, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതൊക്കെ ആരെങ്കിലും കഥ പറഞ്ഞു തരുമ്പോൾ ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്റ്റഡീസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻഫർമേഷൻ ലഭിക്കുന്ന പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ പെർഫെക്റ്റ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന കളികൾ, എന്താണ് ഗെയിം, എന്താണ്, ഏത് രീതിയിലാണ് നമ്മളെ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ ട്രാപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇനി അടുത്ത് വീണ്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും. FIA ഡേറ്റ, ദെൻ കംസ് ടു ബൾക്ക് ആൻഡ് ബ്ലോക്ക് ഡീൽസിനെ പറ്റി അറിയാൻ പറ്റും. അവിടെയാണ് പലർക്കും ബൾക്ക് ഡീൽ എന്താണ്, ബ്ലോക്ക് ഡീൽ. നോക്കൂ, ആൽക്കം ലാബോറട്ടറീസ് ഇന്നത്തെ ഹയസ്റ്റ് ബൾക്ക് ആൻഡ് ബ്ലോക്ക് ഡീൽ സെറ്റപ്പിലാണ്. പക്ഷേ ഒരേ ആൽക്കമിൽ തന്നെ 1, 2, 3 സെല്ല് നടന്നേക്കാണ്. നമുക്ക് ഒരു 640 crores, ഇനി ഒരു 640 crores, ഇനി ഒരു 280 crores. ടോട്ടലി നോക്കൂ, അറൗണ്ട് 1300 പ്ലസ് ഒരു അറൗണ്ട് 1600 crores എന്ത് നടന്നേക്കുന്നു, സെല്ല് നടന്നേക്കുന്നു. അത് പക്ഷെ ബൈ എത്ര നടന്നേക്കുന്നു, ബൈ അതേമാതിരി അറൗണ്ട് ഒരു 1000 crores അടുപ്പിച്ച് 960-980 crores അടുപ്പിച്ചിട്ടുള്ള ബൈയും നടന്നിട്ടുള്ളൂ. ബാലൻസ് എമൗണ്ട് കിടപ്പുണ്ട്. സോ ഇതിൻ്റെ ഇംബാലൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആൽക്കം ലബോറട്ടറീസ് നിങ്ങൾ കാണും ബൾക്ക് ഡീൽ നടന്നിട്ടുണ്ട്, 469 കോടി രൂപയുടെ ഒരു ബൈ നടന്നിരിക്കുന്നു എന്ന് മാത്രം കാണാം. ഇവിടെ വിറ്റതാര ജയന്തി സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു HNI ക്ലയൻറ്റ്
പിന്നെ ഇനിയൊരു ക്ലയൻറ്റ് ഇവരെല്ലാം കമ്പൈൻ ചെയ്ത് അവർ വിറ്റു. പക്ഷെ അത് ആര് വാങ്ങിച്ചു? ICICI Prudential മ്യൂച്വൽ ഫണ്ടുകാർ അതിനെ വാങ്ങിച്ചിരിക്കുന്നു. അവരെത്രയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്? അവരൊരു 1000 കോടിക്ക് വാങ്ങിച്ചു, മൊത്തം ഒരു 1600 കോടി രൂപയ്ക്ക് വിറ്റു. അപ്പോൾ പക്ഷേ ഇത് രണ്ടും ബൾക്കാണ്. ബാലൻസും വേറെ ചെറുകിട ആൾക്കാരും വാങ്ങിച്ചിട്ടുണ്ടാവും. സോ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇംബാലൻസ് അത്ര ഇപ്പോൾ വെറും സെല്ല് മാത്രം നടന്നിരിക്കുന്നുവെങ്കിൽ ശക്തമായ രീതിയിലും പ്രൈസ് ഫോളിലേക്ക് പോകാൻ സാധ്യതയുണ്ടാവും. പക്ഷേ ഇത് ബൈയും സെല്ലും ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതാണ് ബൾക്ക് ബ്ലോക്ക് ഡീൽസ് ഇവിടെ വരുന്നത്. അതേമാതിരി ബജാജ് ഇലക്ട്രിക്കൽസ് നോക്കൂ, രണ്ട് ഡീൽ കാണുന്നുണ്ട്. രണ്ടും സെല്ലാണ് ബജാജ് ഇലക്ട്രിക്കൽസ്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നോക്കാം, നമുക്ക് ഇന്ന് ബജാജ് ഇലക്ട്രിക്കൽസിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ബജാജ് ഇലക്ട്രിക്കൽസ് അല്ലേ, ബജാജ് ഇലക്ട്രിക്കൽസ് ഇതാ നോക്കൂ. ഇന്നത്തെ ഒരു ദിവസം തന്നെ അത് കഴിഞ്ഞ ഒത്തിരി ദിവസമായിട്ട് അത് ഫോളിലേക്കാണ്. ഇന്ന് അതിശക്തമായിട്ട് ഇപ്പം തന്നെ 2.9% ഫോളിലേക്ക് വന്നു കഴിഞ്ഞു. അത് നമുക്കിതിൽ നോക്കുമ്പോൾ അവിടെ വേറെ 2 പേരും എന്താ ചെയ്തിരിക്കുന്നത്, ഒരു എൻറ്റൈറ്റി, ഇതാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എൻറ്റൈറ്റീസ് ആണ്. അവർ HNIs അല്ല. ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നു? സെല്ല് ചെയ്തിരിക്കുന്നു. ഇവിടെ വേറെ ഒന്നും. അതേമാതിരി ലോയിഡ് ബ്ലോക്ക് ഡീൽ നടന്നേക്കാണ്. ലോയിഡിൽ നോക്കൂ, നമ്മളൊന്നും ചെയ്യാനില്ല. ലോയിഡിന് ഒരു ബ്ലോക്ക് ഡീൽ നടന്നിരിക്കുന്നു. അതാണ് ഒരു ബൈ. ആരാണ്? BNB പരിബാസ്. അതും ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ത് ചെയ്തേക്കുന്നു? ബൈ ചെയ്തേക്കുന്നു. എത്ര ക്വാണ്ടിറ്റിയാണ്? മോർഗൻ സ്റ്റാൻലി ഏഷ്യ അവർ വിറ്റിരിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി തന്നെ. എത്ര? 161 കോടി രൂപ, 52 ലക്ഷം രൂപയ്ക്ക് അവർ വിറ്റ സാധനം അങ്ങനെ തന്നെ ആര് വാങ്ങിച്ചു? ഇനി ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി വാങ്ങിച്ചു. അവിടെ ബൈയും സെല്ലും ഈക്വലായി. പിന്നെ അവിടെ ഇനി ഒരു ഇംബാലൻസിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു പ്രൈസിൻ്റെ വേരിയേഷൻസ് വലുതായിട്ട് വരാൻ സാധ്യതയില്ല. നോക്കാം നമുക്ക് ലോയിഡ് മെറ്റൽസ് ആൻഡ് ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജിയിൽ എന്താ സംഭവിച്ചത് നോക്കൂ. ഇവിടെ നോക്കൂ, ഇന്നത്തെ ഡോജി ക്യാൻഡിലാണ്. എന്താണ്? ബൈയും, ഞാൻ പറഞ്ഞതിന് വല്ല മാറ്റം ഉണ്ടോ? നിങ്ങൾ ആ സ്ക്രീനിൽ തന്നെ നോക്കൂ, ക്യാൻഡിലിന് നോക്കൂ, എന്ത് സംഭവിച്ചിരിക്കുന്നു അവിടെ. പക്ഷേ ഈ ഇൻഫർമേഷനിൽ ഏതെങ്കിലും ഒരു വാല് മാത്രം നിങ്ങൾ കണ്ടിട്ട്, വാലും തലയും കാണാതെ വാല് മാത്രം കണ്ടിട്ട് അത് പാമ്പാണോ അല്ലെങ്കിൽ ചേരയാണോ എന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ തലയും വാലും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകാൻ. രണ്ടിൻ്റെയും വ്യക്തം. വെറും ഒരു സെല്ല് മാത്രം നടന്ന ബജാജ് ഇലക്ട്രിക്കൽസിൻ്റെ അവസ്ഥ എന്താണെന്നും അതേമാതിരി സെല്ലും ബൈയും ഈക്വൽ പ്രൊപ്പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് അത് എൻഗൾഫ് ചെയ്ത രീതിയിൽ മാർക്കറ്റ് അതിനെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ബൈയും സെല്ലും ഈക്വൽ ആയതിനു ശേഷം എന്ത് സംഭവിച്ചു? പ്രൈസ് അവിടെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. വേറെ ചേഞ്ചസ് ഒന്നും വന്നില്ല. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ കൂടെ നോക്കുകയാണെങ്കിൽ വേറെ അപ്പോളോ മൈക്രോ സിസ്റ്റം. പക്ഷേ 1, 2 നോക്കൂ, ന്യൂജൻ സോഫ്റ്റ്വെയർ. ഇത് 2 എണ്ണം, ഒരു ബൈയും ഒരു സെല്ലും സെയിം ഡിറ്റോ. പക്ഷേ ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതാണ് ഗെയിമർ, ഇതാണ് ഓപ്പറേറ്റർ ഗെയിമിംഗ് എന്ന് പറയുന്നത്. നോക്കൂ, ഓപ്പറേറ്റർ എന്താ ചെയ്തിരിക്കുന്നത്? 500 ആവറേജ് പ്രൈസ് 502.9, അതായത് 96 കോടി 36 ലക്ഷത്തിന് വാങ്ങിച്ചിട്ട് 96 കോടി 42 ലക്ഷത്തിന് വിറ്റു. വെറും ഒരു 6 ലക്ഷം പ്രോഫിറ്റിലേക്കാണ് ഇവർ ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്, ബൈയും സെല്ലും. സോ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നള്ളിഫൈഡ് ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വേറെ നോക്കൂ, അപ്പോളോ മൈക്രോ സിസ്റ്റംസ് 1, 2, 3, 4, 5, 6, 7, 8 ഡീൽ മൊത്തം നടന്നേക്കുന്നു. അതിൽ ബൈ 1, ദെൻ 2, 3, 4 ബൈയും 4 സെല്ലും. 4 ബൈയും 4 സെല്ലും ആയപ്പം അതും ഈക്വലായി. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് നോക്കൂ, ഇവിടെ നോക്കൂ, ഇത് ഏറ്റവും ഹൈയിൽ നിൽക്കുന്നു സ്റ്റോക്ക്. ഇന്ന് റീസണബിൾ വേരിയേഷനാണ്. നല്ല ഹൈയിലേക്ക് പോയി സ്റ്റോക്ക്, കേട്ടോ. നല്ല ഹൈയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ കൺസോൾട്ടേഷൻ ആ ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ബൈയും സെല്ലും അവിടെ എന്തായി? രണ്ടും ന്യൂട്രലൈസ് ആയി കഴിഞ്ഞു. സോ ഈ ഒരു രീതിയിലാണ്. പക്ഷേ ബജാജ് ഇലക്ട്രിക്കൽസ് നമ്മൾ കണ്ടു പ്യോർലി സെല്ല് മാത്രമാണ് നടന്നത്. അതവിടെ കൃത്യമായിട്ടും എവിഡൻ്റ് ആയിക്കഴിഞ്ഞു. ഇനി അത് തിരിച്ച് കരകയറി വരിക എന്ന് പറഞ്ഞാൽ അത് ഇനി പതുക്കെ വീണ്ടും ഇനി താഴ്പോട്ടേക്ക് പോയി, വീണ്ടും ഒരു കൺസോൾട്ടേഷനിൽ, വീണ്ടും ഒരു അപ്സൈഡ്, ഇങ്ങനെ പോയി പിന്നീടേ അത് വരത്തുള്ളൂ. പക്ഷേ ഇത്തരം സ്റ്റോക്കുകൾ അങ്ങനെയല്ല. ഇത് നല്ല വിലയ്ക്ക് വന്നതുകൊണ്ട് നല്ല റീസണബിളി നല്ല രീതിയിൽ ഒരു ടീം നല്ല പ്രോഫിറ്റ് എത്തിയപ്പോൾ അവർ കൊടുക്കുന്നു. ഇനി അതേ ലോട്ട് ഇത് നല്ല ഡിമാൻഡുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ വേറൊരു ടീം അതിനെ വാങ്ങിച്ചിരിക്കുന്നു. ഇതാണ് അതിൻ്റെ വ്യത്യാസം.
സോ ഇനി ഇത് നിന്നൊക്കെ നമുക്ക് വേറെയും പാഠങ്ങൾ പഠിക്കാൻ പറ്റും. ഇത്തരം സ്റ്റോക്കുകൾ അപ്പോളോ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വെറും 100 താഴെ കിടന്ന സമയത്ത് തന്നെ ഞാനിത് ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി എൻ്റെ തന്നെ കസിൻ ബ്രദറിന് 115 രൂപയ്ക്കോ എന്തോ വാങ്ങിച്ച് 200 സംതിങ് രൂപയ്ക്ക് വിത്തിൻ 6 months പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ സെല്ല് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഈ സ്റ്റോക്ക് ഇനി വരും ഫ്യൂച്ചറിലും ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷൻ അല്ല കേട്ടോ. ഞാൻ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ദിസ് ഈസ് ഓൺലി ഫോർ യുവർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഞാൻ ഈ ഒരു സ്റ്റോക്ക് പർട്ടിക്കുലർ ഞാനുമായിട്ട് എന്തെങ്കിലും ഡീൽ നടത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഫോർ യുവർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഞാനിത് മനസ്സിലാക്കുന്നു എന്നുള്ളൂ. ഇത്തരം സ്റ്റോക്കൊക്കെ നല്ല സ്റ്റോക്കുകളാണ്. ഡിഫൻസ് സെക്ടറിൽ ഇനിയും ഒരുപാട് വളർച്ച, നമ്മുടെ ബെല്ലൊക്കെ ഇല്ലേ, ബെല്ലൊക്കെയാണ് അവരുടെ വെൻഡേഴ്സൊക്കെയാണ് ഇവർ, ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കാണ്. സോ ഇത്തരം സ്റ്റോക്കുകളൊക്കെ ഇനിയും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ബട്ട് നോട്ട് ഓൺ എ സിംഗിൾ ഡേ ഓർ സിംഗിൾ ഇയർ. ഇത് ഉടനെ ഒന്നും സംഭവിക്കത്തില്ല. ഫോർ എ ലോങ് ടേം പീരിയഡിൽ ഇത് വീണ്ടും ഇനി നല്ല രീതിയിൽ മുകളിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. സോ അത്തരം സ്റ്റോക്കുകളൊക്കെ നോക്കുക. ദെൻ അതാണ് ബൾക്ക് ആൻഡ് ബ്ലോക്ക് ഡീൽസ്. പിന്നെ സിഗ്നൽസ് ഡെയിലി നമുക്ക് എന്താ പറയുക, ടെക്നിക്കൽ കൈൻഡ് ഓഫ് സിഗ്നൽസ് ലഭിക്കും. മൂവിങ് ആവറേജ്, ക്രോസ് ഓവർ 50 നോക്കൂ, 200 ഡേ 50 മൂവിങ് ആവറേജ് ഗ്രേറ്റർ ദാൻ 100, ഗ്രേറ്റർ ദാൻ 200 ആണോ? അല്ല. പക്ഷേ സൂപ്പർ ട്രെൻഡ് അനുസരിച്ചിട്ട് യെസ് പോസിറ്റീവാണ്, ബുള്ളിഷാണ്. മൊമെൻ്റ് RSI ഗ്രേറ്റർ ദാൻ 50 ആണോ? യെസ്. 3 months ആവറേജ് ആണ്. ബ്രേക്കൗട്ട് ഇപ്പം ഹൈ പ്രൈസ് 52 വീക്ക് ഹൈയേക്കാളും പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ഈസിയാണ്. ഫണ്ടമെൻറ്റൽസ് അത്ര നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അത്ര നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നല്ലതാണ്, ബെറ്റർ ആയിട്ട് കാണിക്കുന്നു. സോ ഇത്തരം ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഇനി അടുത്ത് സ്റ്റോക്ക് റെൻറ്റ് വയ SLBM. സോ ഇതും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനസ്സിലാക്കാം. എന്താണ് സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം. ഇതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ഞാൻ പ്രീവിയസ് ക്ലാസ്സസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിലേക്ക് അറിയാൻ പറ്റും. പീക്ക് റെൻറ്റ് ഷെയർ, ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഷെയർ ഏതാണ്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ആവറേജ് റെൻറ്റ് പെർ ഷെയർ എത്ര, ഒരു ഷെയറിന് എത്ര രൂപ നമുക്ക് റെൻറ്റ് കിട്ടും, ആവറേജ് ഈൽഡ് എത്ര, 26% ഈൽഡ് ഉണ്ട്, ട്രേഡഡ് വോള്യൂം എത്രയാണ്, ട്രേഡഡ് വാല്യൂ എത്രയാണ്, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. നിങ്ങൾക്ക് റെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ സംവിധാനങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ MTF പറ്റി അറിയണമെങ്കിൽ ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ഓരോ സ്റ്റോക്കിനും എത്ര രൂപ MTF കിട്ടും നോക്കൂ. HDFC ബാങ്കിന് 4.5x, ഓരോ സ്റ്റോക്ക് ചിലതിനൊക്കെ 2x ഉള്ളൂ. കെയ്ൻസ് ടെക്നോളജീസിന് 2x മാർജിനേ ഉള്ളൂ, ചില 3x ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോക്കിനും എത്ര വെച്ച് നമുക്ക് മാർജിൻ ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതിനോടൊപ്പം F&O ബാനിലുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ടോപ്പ് ഡെലിവറീസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഡെയിലി ഡെലിവറി, ഇന്നലത്തെ ഏറ്റവും ഹയസ്റ്റ് ഡെലിവറി 70% ടോട്ടൽ വോള്യത്തിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത്, ബയ്യർ വോള്യം മൈനസ് സെൽ വോള്യം ചേർക്കുമ്പോൾ കിട്ടുന്ന ഡെലിവറി വോള്യൂം എത്ര, അല്ലെങ്കിൽ ഡെലിവറി പെർസെൻറ്റേജ് ആണ് ഇവിടെ. നമുക്ക് എത്ര പെർസെൻറ്റേജ്, 70, ഇന്നലെ നടന്ന ട്രേഡിൽ 70% ഡെലിവറിയും അൾട്രാടെക് സിമെൻറ്റ് പോയിരിക്കുന്നു. അതിൻ്റെ ചാർട്ട് വൈസ് നോക്കിയാൽ എന്തായിരിക്കും സിറ്റുവേഷൻ. ഡെലിവറി 70 ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മുകളിലേക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും എന്താ നോക്കൂ, ഇന്നത്തെ രീതിയിൽ അതിനർത്ഥം ബുള്ളിഷിൽ തന്നെ നിൽക്കുകയാണ്. സോ ഇന്നലെയും നല്ല ഡെലിവറി പെർസെൻറ്റേജ് ഉണ്ടായിട്ട് അവിടെ സ്റ്റോക്ക് ഇപ്പോഴും ഒരു കൺസോൾട്ടേഷനാണ്. പക്ഷേ ഡെലിവറിയും കൂടുതലാണ്. ഇനി അത് ഡെയിലി മാത്രമല്ല, നമ്മൾ വീക്കിലി നോക്കുക, വീക്കിലിയിലും ഇതുണ്ടോ, അൾട്രാടെക് നോക്കൂ, വീക്കിലിയിൽ മൊത്തം ആവറേജ് കഴിഞ്ഞ ഒരാഴ്ചയെങ്കിൽ ഇത് 59% ഡെലിവറി നടന്നിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഹയസ്റ്റ് ഡെലിവറി ആവറേജ് 62% പോയിരിക്കുന്നു. സൺ ഫാർമസ്യൂട്ടിക്കൽസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ് 60 and above%. ഇനി മന്ത്ലിയിൽ ഹയസ്റ്റ് ഡെലിവറി പോയിരിക്കുന്നു നോക്കൂ, സൺ ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പോൾ സൺ ഫാർമ എന്താ സിറ്റുവേഷൻ നോക്കൂ. സൺ ഫാർമയിൽ ഇപ്പോൾ സണ്ണ് നോക്കിക്കഴിഞ്ഞാൽ സൺ ഫാർമ ഡെലിവറി പെർസെൻറ്റേജ് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരുപാട് നോക്കൂ. ഇത്രയും, അതായത് കഴിഞ്ഞ ഒരു മാസം കൊണ്ടും നല്ല ഹൈ ഡെലിവറിയാണ്, എന്നാൽ പ്രൈസ് ലോയും വരുന്നു. അതൊരു ഹൈ ഇൻഡിക്കേഷനാണ് പ്രൈസ് ഈസ് ഗോയിങ് ടു ഗോ ഹൈ എന്നുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും ഇനി പ്രൈസ് താഴ്പോട്ടേക്ക് വരില്ല. ഇവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയ കൺസോൾട്ടേഷൻ ഫോം ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ഈ ഒരു റേഞ്ച്, സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു റേഞ്ച് വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സോണിൽ നിന്നും വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് ഈ ഒരു സോണിലേക്ക് നമുക്ക് ടാർഗറ്റിലേക്കൊക്കെ വരാൻ, ഇതിന് മുകളിലേക്ക് ചിലപ്പോൾ ഈ ഫൈനൽ ടാർഗറ്റ്, ഫൈനൽ മീൻസ് നോട്ട് ഫൈനൽ,
ഒരു ഷോർട്ട് ടേം പീരീഡിനുള്ളിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് കുറഞ്ഞ പക്ഷം ഈ ഒരു റേഞ്ചിലേക്കൊക്കെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിലേക്കൊക്കെ നമുക്ക് ടാർഗറ്റ് പൊസിഷനിലേക്ക് പോകാം. ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ട്രേഡിലേക്ക് പോകാൻ പറ്റും ഗ്യാരണ്ടീഡ് ആയിട്ട്. അതിൽ തന്നെ ഹെഡ്ജ്ഡ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. സ്പ്രെഡ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. പുട്ട് കോൾ സ്പ്രെഡ് പുട്ട് സ്പ്രെഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്പോൾ എന്താ ചെയ്യുക, റിസ്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഇതുപോലുള്ള ട്രേഡ് ഡിസിഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. വരുന്ന ഒരു മാസത്തെയോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ 1 മന്തിനേക്ക് മാറ്റിയിട്ടുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. സോ ഇത്തരം നിരവധി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളതൊക്കെ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഉള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കി കണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ചുമ്മാ തുറന്ന് നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ നമുക്ക് ഒരു ഇൻസൈറ്റ്. ഒരു മാസത്തിൽ 60% കണ്ടിന്യൂസ് ആയിട്ട് ഡെലിവറി പോയിരിക്കുവാണ്. ഡെലിവേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്, ട്രേഡഡ് ക്വാണ്ടിറ്റി ടോട്ടൽ എത്രയാണ്, അതിൽ തന്നെ ഓരോന്നിൻ്റെയും വ്യത്യാസം. നമുക്ക് കോട്ടക് ബാങ്കൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തിൽ കറക്റ്റ് 60 and above% ട്രേഡ് വോള്യൂം ഡെലിവറി പെർസെൻറ്റേജ് പോയിരിക്കുകയാണ്. ടോട്ടൽ ട്രേഡ് ചെയ്തതിൻ്റെ 60% ആൾക്കാർ ഡെലിവറി എടുത്തു വച്ചേക്കുകയാണെന്ന് അർത്ഥം. അപ്പോൾ അതിനർത്ഥം എന്താണ്, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റോക്ക് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. സോ അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് വാല്യുവേഷനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ കമ്പയർ ചെയ്ത് ഇനി ഒരു PE റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുക, PB റേഷ്യോ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്താണെന്നുള്ള രീതിയിൽ കമ്പാരിസൺ നടത്തി നോക്കാം. പിന്നെ അടുത്ത പുതിയ IPOs ലോഞ്ച് ചെയ്യുന്നെങ്കിൽ അതിന് നമുക്ക് മനസ്സിലാക്കാം. അതിന് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള വകുപ്പുണ്ടെങ്കിൽ അതും ഇവിടെ അപ്ലൈ ചെയ്യാം. ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാം. ഇത്തരം ഫീച്ചേഴ്സ് ഉണ്ട്. ദെൻ സൈക്ലിക് ട്രെൻഡിൻ്റെ രീതികൾ എങ്ങനെ മാറുന്നു, 2027 എങ്ങനെയായിരുന്നു ട്രെൻഡ്, 2020 കഴിഞ്ഞ ഓരോ വർഷത്തെയും ഓരോ മാസത്തിലും നിഫ്റ്റിയുടെ ട്രെൻഡ് എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നു നോക്കൂ. നിഫ്റ്റിയുടെ ട്രെൻഡ് കഴിഞ്ഞ 2026 3.6 ഇപ്പോൾ കറണ്ട് 2026 3.6% ഏപ്രിൽ മന്ത് ഉണ്ടായിരുന്നു. അത് 1 by 1 ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇതിൻ്റെ അത് കഴിഞ്ഞ് പീരീഡ് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഓരോ 2024 4%, അതേത് മെയ് മന്തിൽ 2.6%, 2025 നോക്കും അത് മൈനസ് മെയ്യിൽ ആ മാസത്തിൽ 2025 മെയ്യിൽ അത് 0.33 മൈനസിലായിരുന്നു. സോ ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ ഇതൊന്നും ഒരു സിംഗിൾ ഡേയിൽ ഒന്നും ഒരു മാറ്റം ഉണ്ടാക്കുന്നതല്ല. ഇറ്റ്സ് നമുക്കൊരു ഗ്രാജുവൽ ഫിനാൻഷ്യൽ നോളജ് നമുക്കുണ്ടാവും. നമ്മുടെ ഉള്ളിലൊരു നല്ലൊരു നോളജ് നമുക്ക് കെട്ടിപ്പടുത്തെടുക്കാൻ പറ്റും. സോ അത്തരം കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇവൻറ്റ് കാലണ്ടേഴ്സ്, എന്തൊക്കെ ഇവൻറ്റ്സാണ് വരാൻ പോകുന്നത്, ഗ്ലോബൽ ഇവൻറ്റ് കാലണ്ടേഴ്സാണ്. ഇത് ഈ ഫോറക്സ് മാർക്കറ്റൊക്കെ ട്രേഡ് ചെയ്ത് പിന്നെ നമ്മുടെ ആ പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഇത്തരം ഫീച്ചേഴ്സൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. സോ സ്കാനക്സ് എന്ന് പറയുന്നത് ഒരു ട്രഷർ എന്താ പറയുക ട്രോവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. ഞാൻ ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് ട്രിഗർ ചെയ്തു എന്ന് മാത്രം. ഇറ്റ്സ് എ വാസ്റ്റ് ഓഷൻ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഇതിനകത്തുണ്ട്. പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് ഒരു 2-3 ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അതൊരു റെഗുലർ എക്സസൈസ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.